ഇന്നത്തെ റെസിപ്പി റോ ബനാന പൊട്ടറ്റോ കോഫ്ത കറി. പച്ചക്കായും ഉരുളക്കിഴങ്ങും വേവിച്ച് ചേർത്തുണ്ടാക്കുന്ന കോഫ്തകൾ ഇട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് ഇത്. ചപ്പാത്തി, പൊറോട്ട, പുലാവ്, ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 3 പച്ചക്കായ, 3 മീഡിയം സൈസ് സവോള, 3 വലിയ തക്കാളി, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 പിടി മല്ലിയില. ഇതൊക്കെ ആവശ്യമുള്ള സൈസിൽ അരിഞ്ഞെടുക്കാം. സവോള ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കണം. മല്ലിയില ഇതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെക്കണം. ഇനി നമുക്ക് ഒരു 3 ലിറ്റർ സൈസെങ്കിലും ഉള്ളൊരു കുക്കർ എടുക്കണം. അതിൽ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും പച്ചക്കായും ഇതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കറിൻ്റെ വിസിൽ വന്നതിന് ശേഷം ഒരു 7-8 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷർ റിലീസാകുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോഴേക്കും നമുക്ക് ഗ്രേവി റെഡിയാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചു. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെൽ വരും. ആ സമയം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഒന്ന് ഒരു 10-15 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. സവോള ഇതുപോലെ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഗരം മസാലയുടെയും റോസ് സ്മെല്ലൊക്കെ പോയി കുക്കായി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. അതിന് ശേഷം ഇടയ്ക്ക് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 6-7 കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു, എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു വലിയ ബൗളിലേക്കിട്ട് ചെറുതാക്കി ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുഴമ്പ് രൂപത്തിലാക്കണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കി മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്ത്
നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ എല്ലാം ബോളുകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഗ്രേവി ടൊമാറ്റോ ഓണിയൻ പേസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ഒരു പേസ്റ്റ് ഉണ്ടാക്കി വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു, 1 ടീസ്പൂൺ ജീരകം ഇട്ടു, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ടു. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ച സവോള തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ മിക്സിയുടെ ബൗളിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്ത് അതും കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ പഞ്ചസാര. പുളി ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. മസാല ടേസ്റ്റുകളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ബാലൻസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് മല്ലിയില ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കോഫ്തകൾ വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 200-300 ml എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്, ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ കോഫ്തകൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ ചെറുതാക്കി ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി വരണം. ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. അപ്പോൾ ഈ കോഫ്തകളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും കുടിക്കില്ല. പിന്നെ ഇത് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഓൾറെഡി നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്തതാണ് പൊട്ടറ്റോയും കായും. ഇനി ബാക്കിയുള്ള കോഫ്തകളും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കോഫ്തകളും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. ഇതൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോഫ്തകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കോഫ്തകൾ റെഡിയാണ്, ഗ്രേവി റെഡിയാണ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് മിക്സ് ചെയ്ത് കറിയാക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം കഴിക്കാനാവുന്ന സമയത്ത് കോഫ്തകൾ ഇങ്ങനെ ഇതുപോലെ ഒരു സെർവിങ് ഡിഷിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ ഈ കോഫ്തകൾ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്രീമോ മല്ലിയിലയൊക്കെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ ക്രീം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ സ്വാദുള്ള ഒരു ബനാന പൊട്ടറ്റോ കോഫ്ത കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.